ചോറോട് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വീട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നത് ചോദ്യം ചെയ്ത ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് നേരെ കയ്യേറ്റ ശ്രമം. കയ്യേറ്റം ചെയ്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണവും സംഘടിപ്പിച്ചു. പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ്, ജെടി റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. ജീവനക്കാരുടെ കട്ടായം, പ്രതിഷേധം, അക്രമത്തിൽ പ്രതിഷേധം, കയ്യേറ്റത്തിൽ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം ചോറോട് പഞ്ചായത്തിൽ 8-ാം വാർഡിൽ പുനത്തിൽ മജീദിന്റെ വീട്ടിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ ലിൻഷിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ഇത് ചിത്രീകരിക്കുന്നതിനിടയിലുമാണ് ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് നേരെ കയ്യേറ്റ ശ്രമം നടന്നത്. ഇന്നലെ 8-ാം വാർഡിൽ നിന്ന് പ്ലാസ്റ്റിക് കത്തിക്കുന്ന എന്നൊരു പരാതി കിട്ടിയിട്ടാണ് നമ്മൾ 8-ാം വാർഡിലെ പുനത്തിലെ മജീദിന്റെ വീട്ടിൽ ഒപ്പം മെമ്പറും ആ വാർഡിലെ മെമ്പറും പ്രേരകം ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് പരാതി കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്, ഹെൽത്ത് ഇൻസ്പെക്ടർ ആണെന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷമാണ് നമുക്ക് ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ് അയാളെ കൂട്ടിയിട്ടാണ് പോയത്. ആദ്യം അയാൾ നമ്മളൊന്നും കത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും കത്തിച്ചിട്ടില്ല, എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹരിതകർമ്മസേനക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ച കുറച്ച് അഴുക്കുള്ള കവറുകളെല്ലാം കാണിച്ചു തന്നു. അപ്പോഴാണ് പ്രേരക് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി, സ്ഥലം പരിശോധിക്കാൻ വേണ്ടി കുറച്ച് അങ്ങോട്ട് മാറി പോയപ്പോൾ അവരെ പറമ്പിൽ കത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വീഡിയോ എടുത്ത്, നമ്മൾ കത്തിക്കുന്നതിന്റെ തെളിവ് വേണമല്ലോ, കത്തിക്കുന്നതിന്റെ വീഡിയോ എടുത്ത്. അപ്പോൾ ഇയാളെ മകനും ഉണ്ടായിരുന്നു അവിടെ. മകനും ഇയാളും കൂടി ആ സന്ദർഭത്തിന് ചേരാത്ത ഉറപ്പ് എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്കെന്നെ ഓർമ്മയില്ല. കാരണം ആ സന്ദർഭത്തിന് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ, വെറുതെ കാര്യങ്ങൾ ഇങ്ങനെ തട്ടിക്കേറി സംസാരിക്കായിരുന്നു. ഞങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് പോയത്. നമ്മൾ പറയുന്ന ഒരു കാര്യവും അവരങ്ങോട്ട് കേൾക്കാതെ ഒരുപാട് കാര്യങ്ങൾ തട്ടിക്കേറി ഇങ്ങോട്ട് സൗണ്ടിൽ സംസാരിക്കുമായിരുന്നു. ഞങ്ങളെ സൗണ്ടിനേക്കാളും മേളിൽ സംസാരിച്ചാൽ ഞങ്ങൾ ഭയന്നോടി വരുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. ഇതിൽ പ്ലാസ്റ്റിക് ഉണ്ട്, തുണികളുണ്ട്, മോപ്പുണ്ട്, മോപ്പിന്റെ പ്ലാസ്റ്റിക് കിടക്കുന്നുണ്ട്, അലൂമിനിയം ഫോയിൽ ഉണ്ട്, ഇതൊന്നും കത്തിക്കാൻ പാടില്ല, ഇതൊക്കെ ഞങ്ങൾ ഹരിതകർമ്മസേന എടുക്കുന്നതാണ്. ഇതൊന്നും അയാൾ കേൾക്കാൻ തീരുമാനിക്കുന്നതേ ഇല്ല, ഒന്നും അവർ കേൾക്കുന്നില്ല നമ്മൾ പറയുന്നതൊന്നും. അപ്പോൾ അവർ പറയുന്നത് ഇതൊക്കെ കത്തിച്ചാൽ എന്താണ്, അവരെ മോനൊരു ഡോക്ടറാവാൻ പഠിക്കുക, ഡോക്ടറായിനോ അങ്ങനെ എന്തോ പഠിക്കുകയാണ്, ഡോക്ടറാവാൻ പഠിക്കുകയാണ്. അപ്പൊ അവർ പറയുന്നത് ഇതൊക്കെ കത്തിച്ചാൽ എന്താ, നിങ്ങൾക്ക് ഇതൊക്കെ എടുത്തിട്ട് പ്രൈവറ്റ് ഏജൻസിക്ക് വിറ്റ് നിങ്ങൾക്ക് പൈസയാക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ചെയ്തോളാം, ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അവസാനം പറഞ്ഞ് ഇതൊക്കെ നിങ്ങൾ കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഇത് നിങ്ങൾ തെളിവിന് വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നിട്ട് കത്തിച്ചതാണ്, ഇതൊന്നും നമ്മൾ കത്തിച്ചതല്ല. അപ്പൊ ഇയാളെ സംസാരം വളരെ ആശായപ്പോൾ നമ്മൾ പോരെന്ന് പറഞ്ഞ് നമ്മൾ ആ പറമ്പിൽ ഇങ്ങോട്ട് കയറി അവരെ ഫ്രണ്ടിലേക്ക് വന്ന്. അപ്പോഴാണ് ഈ ഉപ്പ കയറി ഫ്രണ്ടിൽ നിന്നിട്ട് എൻ്റെ കയ്യിൽ കയറി പിടിച്ച്, ഒരു കൈ കൊണ്ട് എൻ്റെ കൈ ഇങ്ങനെ ഞെക്കി പിടിച്ച്, മറ്റേ കൈ കൊണ്ട് എൻ്റെ ഫോൺ പിടിച്ചു വാങ്ങാണ്. ഈ ഫോണിലെ സാധനം വീഡിയോ ഡിലീറ്റ് ചെയ്യാണ്ട് ഈ വീട്ടിന്റെ ഗേറ്റ് ഇറങ്ങി പോവില്ല എന്ന് പറഞ്ഞാണ്. അപ്പൊ ഞാനിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ട്, എന്നിട്ട് ഈ ഉപ്പ് വിടുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഈ ഫോണ് തട്ടിപ്പറിച്ച് ഈ ഡിലീറ്റ് ചെയ്യടി, ഇത് ഡിലീറ്റ് ചെയ്യടി, അല്ലാതെ നീ ഈ ഗേറ്റിൽ പുറത്തു പോകില്ല. ഞാൻ എങ്ങനെയോ പിടിച്ച് വലിച്ച് തിരിക്കുകയാണ് എൻ്റെ കൈ പിടിച്ച് വലിച്ച് ഞാൻ എൻ്റെ വണ്ടീൻ്റെ ചാവി ഓണാക്കാൻ നിന്നപ്പോൾ വണ്ടീൻ്റെ ഫ്രണ്ടിൽ കയറി എന്നിട്ട് പറഞ്ഞു ഇത് ഡിലീറ്റ് ചെയ്യാണ്ട് ഇനി എൻ്റെ ഗേറ്റ് വിട്ട് പോവില്ല, ഇത് ഡിലീറ്റ് ചെയ്യടി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉപ്പൊക്കെ ഇങ്ങനെ ചുമ വരുവാണ്, കാരണം അത്രയും സൗണ്ടിലാണ് പറയുന്നത്. അപ്പോൾ ഓർ പെട്ടെന്ന് അങ്ങോട്ട് മാറിയപ്പോൾ ഞാൻ ഇവരെ വിളിച്ച് മതി ഒന്നും സംസാരിക്കേണ്ടവാ പോരെ, നമുക്ക് നമ്മളെ നടപടിയിലേക്ക് കടക്കാമെന്ന് പറഞ്ഞിട്ട് ഇവളെയും പ്രേരകാണ് ഉണ്ടായിരുന്നത്, പ്രേരകിനെയും വാർഡ് മെമ്പറെയും വിളിച്ച് നമ്മൾ വണ്ടിയിൽ കയറി ഇങ്ങ് വരുവാനും. പുറത്തിറങ്ങിയപ്പോൾ കുറേ ആൾക്കാരുണ്ട്, വലിയ മതിലൊക്കെ ഉള്ള വീടാണ്. ആരും അങ്ങോട്ട് അകത്ത് കയറിയില്ലെങ്കിലും റോഡിലൊക്കെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. മജീദിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പഞ്ചായത്ത് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണവും സംഘടിപ്പിച്ചത്. മജീദിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് ജീവനക്കാർ പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കത്തിക്കുന്നതെന്ന് ഉള്ള പരാതിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഹെൽത്ത് ഇൻസ്പെക്ടറായ ശ്രീമതി ലിൻഷി ഫീൽഡിൽ പോവുകയും അവിടെ വെച്ചിട്ട് പ്ലാസ്റ്റിക് കത്തിക്കുന്ന ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച ലിൻഷിയുടെ കൈകയറി പിടിക്കുകയും ഫോട്ടോ ഡിലീറ്റ് ചെയ്യാതെ ഈ കോമ്പൗണ്ടിനുള്ളിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല എന്ന ഭീഷണിപ്പെടുത്തി ജീവനക്കാരെ കൃത്യനിർവഹണത്തിന്റെ തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ പെരുമാറുകയാണ് ഈ പുനത്തിൽ മജീദ് എന്നയാളും മകൻ ജുനൈദും ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഈ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയും പ്രതിഷേധ യോഗം ചേരുകയും പെൻ ഡൗൺ സ്ട്രൈക്ക് നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വടകര പോലീസിൽ ഇന്നലെ നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. 692/26 കേസ് നമ്പറായിട്ട് ഫയൽ ചെയ്തു. ആ സമയം തന്നെ ഈ പരാതിയെ അതോടൊപ്പം തന്നെ ഈ പരാതി തള്ളിക്കളയാനുള്ള ഒരു ശ്രമം
ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അയാള് അപ്പോൾ തന്നെ വടകര പാർക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് നെഞ്ചുവേദന എന്ന് പറഞ്ഞ കള്ളപ്പരാതിയായി നെഞ്ചുവേദനയ്ക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ജീവനക്കാരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുകയും പ്രത്യേകിച്ചും വനിതാ ജീവനക്കാരിയെ കൈപിടിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തതിൽ പഞ്ചായത്ത് ജീവനക്കാര് ഒന്നടക്കം, ജീവനക്കാരും ഭരണസമിതിയും ഒന്നടങ്കം ഇതിന്റെ ഏതറ്റം വരെ പോകുമെന്നും സുപ്രീം കോടതി വരെ പോയി വന്നാലും ഈ മജീദിനെയും ജുനൈദിനെയും നമ്മൾ ഒരു കാരണവശാലും പുറത്തുവിടില്ല, അയാളെ പൂട്ടിക്കും എന്ന് തന്നെയാണ് സ്റ്റാഫിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.